യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പഹയമാരെ, സമയം ഇനി കുറച്ചേ ഉള്ളൂ. ഇതും കൊണ്ട് നേരം വെളുപ്പിക്കണ്ടേ? ഞാൻ കർത്തവ്യ നിർവഹണത്തിന്റെ ബാഹുല്യത്തിൽ ഏർപ്പെട്ടപ്പോ നീയൊക്കെ കള്ളടിച്ചു തീർക്കാനുള്ള തിടുക്കത്തിലായിരുന്നല്ലേ? ഇതങ്ങ് പിടിപ്പിച്ചേരെ, പിടിപ്പിക്ക്. എനിക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: പെട്ടി ആംബുലൻസ്. ഈ ഓപ്പറേഷനിലെങ്ങാനും ഞാനെങ്ങാനും വടിയായ എന്നെ വെറും ആംബുലൻസിൽ നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. 2 കപ്പക്കുലകൾ ഇരുവശത്തും കെട്ടിവെച്ച് സീരിയൽ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കണം. പിന്നെ പെട്ടിക്കകത്തൊരു പൈന്റും 1 പാക്കറ്റ് സിഗരറ്റും 1 തീപ്പെട്ടിയും കൂടെ വെച്ചേക്കണം. എന്നിട്ട് ഉച്ചത്തിൽ ശങ്കരാഭരണം പാട്ട് വെക്കണം. ശങ്കര നാദശരീരാവരാം. എന്തൊരടി! വെള്ളം ഒഴിക്കാനാണ് വന്നത്. ഒഴിക്കേ. മാഡം, നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാവുന്നതിലപ്പുറം, റിക്കൺസിലിയേഷനോ റീക്രിയേഷനോ ചെയ്യാവുന്നതിലപ്പുറം അതിന്റെ 10 മടങ്ങ് തിരിമറികൾ കമ്പനിയിൽ നടന്നിട്ടുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. എൻഫോഴ്സ്മെന്റുകാർ ഏതൊക്കെ തുകകളുടെയും അക്കൗണ്ടുകളുടെയും കാര്യത്തിലാണോ വിശദീകരണം ചോദിക്കുന്നത്, ആ അക്കൗണ്ടുകൾ ക്ലിയർ ആക്കണം. കമ്പനി അക്കൗണ്ടിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന്റെ നിയമപരമായ ഉത്തരവാദിത്വം താങ്കൾ ഏറ്റെടുത്തേ പറ്റൂ. കാരണം ഒരു സ്വാധീനവും ഈ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. രാജ്യത്തിന്റെ ടാക്സേഷൻ വ്യവസ്ഥകൾ പരിപൂർണമായും പാലിക്കണമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. മാഡം, ഞാൻ പറഞ്ഞത് മാഡം തെറ്റിദ്ധരിച്ചതാ. മാഡത്തിന്റെ അക്കൗണ്ടുകളിലോ കമ്പനി ഓഡിറ്റിംഗ് നടന്നിട്ടുള്ള അക്കൗണ്ടുകളുടെ കാര്യത്തിലോ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. കമ്പനിയിൽ നിന്നും വ്യക്തമായ കണക്കുകൾ കാണിച്ചാണ് പവിത്രൻ സാറ് പല തുകകളും വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ ഓഡിറ്റിംഗ് നടന്നിട്ടുമുണ്ട്. പക്ഷേ ആ തുകകളിൽ പലതും കണക്കിൽ കാണിച്ചതുപോലല്ല ചെലവഴിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പല തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന്. ഇതൊക്കെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റുകാർ ചോദിച്ച അക്കൗണ്ടുകളിലല്ല എന്നതാണ് വൈചിത്ര്യം. തിരിമറി നടന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ വേണ്ടത് അതിന്റെ പേരിലുള്ള ഒരു വിചാരണ ചെയ്യലല്ല. അത് തൽക്കാലം വിട്ടേക്ക്. എൻഫോഴ്സ്മെന്റുകാർ വിശദീകരണം ചോദിച്ചതിന് മാത്രം സോഴ്സ് കാണിക്കുക. പിന്നെ പവിത്രൻ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ജോലിക്ക് വന്ന ഒരാളല്ല. കമ്പനിയിൽ അവകാശവും അധികാരവുമുള്ള വ്യക്തി തന്നെയാ. അവന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം. അവനെ നിയമപരമായ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനൊന്നും അല്ല ഞാൻ ആവശ്യപ്പെട്ടത്. അവനെ നിങ്ങളായിട്ട് ഒരു ഫേവറും ചെയ്യേണ്ടതില്ല. ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടതിന് മാത്രം നിങ്ങൾ മറുപടി കൊടുത്താൽ മതി. അതുമാത്രം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. മാഡം കരുതുന്നത് പോലെ ഇതത്ര നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. ലക്ഷങ്ങളല്ല, കോടികളുടെ അനധികൃത തിരിമറികളാണ് നടന്നിട്ടുള്ളത്. പണത്തിനോ സ്വത്തുവകകൾക്കോ അവൻ മൂലം ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് ഓഡിറ്റർ സാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ദാറ്റ്സ് നോട്ട് യുവർ ഹെഡേക്ക്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഓർ മൈ ഫെയ്ത്ത്.
യു ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ജ്യൂസ് വേണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. അല്ല, അമ്മയാ പറഞ്ഞത് ജ്യൂസ് കൊണ്ടുകൊടുക്കാൻ. അതാ ഞാൻ. എന്നാൽ അവിടെ വെച്ചിട്ട് പോ, വെറുതെ മെനക്കെടുത്താതെ. ഞാൻ മാഡത്തെ എൻഫോഴ്സ്മെന്റുകാരുടെ മുമ്പിൽ എത്താനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിനി മാഡത്തിന്റെ സൈൻ കൂടി വേണം. പക്ഷെ പവിത്രൻ സാർ മാഡത്തെ കൊടുക്കാൻ... സർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവൻ എന്റെ ഒരേ ഒരു ബ്രദറാ. അവൻ തെറ്റ് ചെയ്തു, ഐ അഡ്മിറ്റ് ഇറ്റ്. ഇനി ഞാൻ അതിനൊക്കെ ഓരോന്നിനും എൻഫോഴ്സ്മെന്റുകാരുടെ മുന്നിൽ വിശദീകരണം കൊടുക്കണമെങ്കിൽ അതിനും തയ്യാറാ. അവരവരുടെ ഡ്യൂട്ടിയാ ചെയ്യുന്നത്. അതിന് സഹകരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അവര് വിളിച്ചാൽ ഞാൻ റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എനിവേ, എനിഹൗ, എനിക്ക് അവനെ പുറത്തിറക്കിയേ പറ്റൂ. അത്രയും സ്വർണത്തിന് നമ്മൾ എവിടെ നിന്ന് സോഴ്സ് കാണിക്കും? അതിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ പവിത്രനോ നമുക്കോ കഴിയാത്തിടത്തോളം കാലം... ഓക്കെ, ആ വിശദീകരണം ഞാൻ അവർക്ക് കൊടുത്തോളാം. ഓഡിറ്റർ വഴി മാഡം ഇപ്പോൾ ഹാജരാക്കിയ സ്റ്റേറ്റ്മെന്റ്സ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ബാങ്കിലെ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ വെരിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. ഓഫ് കോഴ്സ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓതറൈസ് ചെയ്തത് തന്നെയാണ്. എങ്കിലും ഞങ്ങളുടെ അക്കൗണ്ട്സ് വിഭാഗം മിസ്റ്റർ പൗത്രന്റെയും ഗിരിജ, ശ്രേയ എന്നിവരുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ റിപ്പോർട്ടുകളുമായും ഒത്തുനോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ സബ്ജക്റ്റ് വിടാം. പക്ഷേ ഇതൊക്കെ പവിത്രനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അറസ്റ്റിനിടയാക്കിയത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച സ്വർണത്തിന്റെ യഥാർത്ഥ സോഴ്സാണ്. ഇത്രയും ദിവസം തുടർച്ചയായി പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും പവിത്രന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ സ്വർണം കാറിൽ എങ്ങനെ വന്നുവെന്ന് ഇയാൾക്കറിയില്ലെന്ന്. ആ ഉത്തരം പോരല്ലോ. പിന്നെ എന്ത് ചോദിച്ചാലും പവിത്രൻ അത് സുമംഗല മാഡത്തിന്റെ പേരിലാ ചാർത്തുന്നത്. ഒബീഡിയന്റ് ആയ ഒരു ബിസിനസ്സുകാരൻ പറയുന്നു, വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജിംഗ് പാർട്ണർ എന്ന നിലയിൽ ചെയർമാനെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന KL01 CB 7733 എന്ന നമ്പർ കാർ മാഡത്തിന്റെ പേരിലല്ലേ?